MG സർവകലാശാല സിൻഡിക്കേറ്റ് പുനഃസംഘടനയിൽ CPIക്ക് അതൃപ്തി. CPI നോമിനികളില്ലാതെ സിൻഡിക്കേറ്റ് പുനഃസംഘടിപ്പിച്ചു എന്നാണ് അവരുടെ ആവലാതി. CPIക്ക് ലഭിച്ചിരുന്ന നോമിനേഷനിൽ CPIയും പ്രതിനിധിയെ നോമിനേറ്റ് ചെയ്തു എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്. ടോബി, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SK. എന്തായാലും MG സർവകലാശാല സിൻഡിക്കേറ്റ് പുനഃസംഘടിപ്പിച്ചിരിക്കുകയാണ്. 11 പേരെയാണ്, 15-അംഗ സിൻഡിക്കേറ്റിൽ 11 പേരുടെ പുനഃസംഘടനയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. 2 പേരെ നിലനിർത്തുകയും ചെയ്തു. അത് ജനപ്രതിനിധിയായിട്ടുള്ള ജോബ് മൈക്കിൾ MLA, അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി പ്രതിനിധിയും നിലനിർത്തുകയും ചെയ്തു. അങ്ങനെ 13 പേരുടെ പുനഃസംഘടന നടന്നു. ഇനി 2 സീറ്റുകളാണ് ഒഴിച്ചിട്ടിരിക്കുന്നത്, 2 വേക്കൻസികളാണ് ഒഴിച്ചിട്ടിരിക്കുന്നത്. അത് ഒരു പ്രിൻസിപ്പാളിനെയും അതുപോലെ തന്നെ ഒരു അധ്യാപകനെയുമാണ് ആ സ്ഥലത്തേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ജനറൽ വിഭാഗത്തിൽ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള വിഭാഗത്തിൽ ഒരു നോമിനേഷൻ നൽകാനുള്ള അവസരം CPIക്ക് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഒരു പ്രിൻസിപ്പാളെ നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു അവസരവും LDFിൽ നിന്നും CPIക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ആ ജനറൽ വിഭാഗത്തിലുള്ള ആ ഒരു നോമിനേഷൻ അത് CPIയോട് ചോദിക്കാതെ CPM നടത്തി എന്നുള്ളൊരു ആവലാതി തന്നെയാണ് CPIക്കുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒഴിച്ചിട്ടിരിക്കുന്ന 2 സീറ്റിൽ ആളുകളെ നിശ്ചയിച്ചിട്ടുമില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു അതൃപ്തി CPIക്കുണ്ട്. അത് LDFിനെ അറിയിച്ചിട്ടുണ്ട്. LDF ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ കൂടുതൽ പ്രതികരണങ്ങളുമായി മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് CPI പറയുന്നത്. SK.